ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 90. അപ്പോ 90ാമത്തെ എപ്പിസോഡായി. ഇനി 10 എപ്പിസോഡും കൂടെ ഉള്ളൂ. എങ്ങനെ ഈ സീസൺ ഇത്രയും പറന്നു പോകുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു സീസൺ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പം ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരൊക്കെ വലിയ ടീമുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് ജനങ്ങൾക്ക് നല്ല ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് എന്നൊക്കെയാണല്ലോ ചില ചേട്ടന്മാര് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നല്ല ഒരു ഇൻഫർമേഷൻ ഈ ഒരു ബിഗ് ബോസ് സീസൺ കൊണ്ട് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. തെറി പഠിച്ചു എന്നൊന്നും ആരും വന്ന് കമന്റ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, വലിയ താല്പര്യം ഇല്ല അതറിയാൻ, അതെനിക്ക് അറിയാം. വേറെ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം. നമുക്കപ്പം എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് പോകാം. രാവിലെ പാട്ടൊക്കെ ഇടുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്. ഋഷിയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. വേറെ അധികം പിന്നെ ശ്രീതു ഉണ്ട്. പിന്നെ ജിൻഡോ ചേട്ടൻ ഇന്നും എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ 2 ദിവസമായിട്ട് ജിൻഡോ ചേട്ടനെ കാണുന്നുണ്ട്. രാവിലെ പാട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ ജിൻഡോ ചേട്ടൻ രാവിലെ മസിലൊക്കെ ഒന്ന് പെരുപ്പിക്കുന്നുണ്ട്. നല്ല കാര്യം. ഇടയ്ക്ക് മരുന്നൊക്കെ കൊടുത്തിട്ടാന്ന് തോന്നുന്നു. അവൻ ചത്ത് കിടക്കുമായിരുന്നു കുറെ കാലം. വലിയ ബോഡിയിലോട്ടൊന്നും പുള്ളി അങ്ങനെ നോക്കിയിട്ടില്ല. ഇപ്പൊ വീണ്ടും എന്തായാലും ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം. അപ്പോ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നോറ, അബി, ഋഷി, ജാസ്മിൻ ഇവരെല്ലാരും കൂടെ നമ്മുടെ പീപ്പിൾസ് റൂമിൽ ഇരിക്കുന്നു. അവിടെ ഇരുന്നിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് ഇല്ല, പ്രത്യേകിച്ച് ഒന്നും പുറത്തേക്ക് നമുക്ക് കിട്ടുന്നില്ല. ഗെയിം ആണെങ്കിൽ ഇന്ന് രാവിലെ ഇപ്പം എപ്പിസോഡിൽ അതൊന്നും കാണിച്ചില്ല. ആകെ ഒരു ഗെയിമേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ. നല്ല രസം ഉണ്ടായിരുന്നു. കുറുക്കനും കോഴിയായിട്ടുള്ള ഒരു പരിപാടി എപ്പിസോഡിൽ കാണിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ വലിയ എപ്പിസോഡിന്റെ റിവ്യൂ ആണല്ലോ, അപ്പൊ ഞാൻ വലുതായിട്ട് അതിനകത്തോടൊന്നും പോകുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ഗെയിം ഉണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു, നല്ലൊരു ഗെയിം ആയിരുന്നു. അതിനുശേഷം ഇവരുടെ ഈ ഒരു സംസാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോറയെ ഒന്ന് ചൊറിയാൻ നോക്കുക അബി. അത് വേറൊന്നുമല്ല, നോറയുടെ സ്വപ്നത്തെ പറ്റി ചോദിക്കുന്നു. എന്നിട്ട് അബി തന്നെ നോറയുടെ സ്വപ്നത്തെ പറ്റി പറഞ്ഞ് കളിയാക്കുന്ന അങ്ങനെ ഒരു പരിപാടി ചൊറിയാൻ നോക്കിയതാ. എന്തെങ്കിലും നോറ തിരിച്ചു പറയുകയാണെങ്കിൽ ഒരു വഴക്ക് വന്ന ഒരു കണ്ടന്റ് ആയല്ലോ. പക്ഷെ ഒന്നും നടക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നോറയ്ക്ക് എന്തോ പറ്റി കേട്ടോ. നോറ ഒന്നെങ്കിൽ നോറ തീരാൻ പോവല്ലേ, അപ്പൊ അതിന്റെ ഉള്ള ഒരു സമാധാനത്തിലിരിക്കുന്നു. ഇല്ലെങ്കിൽ നോറയ്ക്ക് എന്തോ ഭയങ്കരമായിട്ട് ചേഞ്ച് വന്നിട്ടുണ്ട്. പുറത്തു പോയി തിരിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് നോറ മാറ്റം വന്നു. നമ്മുടെ ജിൻഡോ ചേട്ടന് വന്ന കണക്ക് എന്തോ ഒരു മാറ്റം, എന്തോ സംഭവിച്ചെന്തായാലും കൊച്ചിന്. കാരണം ഒന്നും മിണ്ടാതെ തിരിച്ചെന്തൊക്കെയോ ചെറുതായിട്ട് പറഞ്ഞിട്ട് അങ്ങ് പോകും. അവിടെ എന്നിട്ട് കിച്ചണിൽ പോയി നിന്നിട്ട് ഒരു ഡയലോഗാ, ഇവരെന്തിനാണ് എന്റെ ബ്രെയിൻ ഇങ്ങനെ തിന്നാൻ വരുന്നത്. ഈ നോറയുടെ ആ ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴും പറയുമ്പോൾ ഉണ്ടല്ലോ ചിരി വരുന്നു. അങ്ങനത്തെ ഒരു ഡയലോഗൊക്കെ പറഞ്ഞിട്ട് നോറ അവിടെ നിൽക്കുന്നുണ്ട്. നല്ല രസം ഉണ്ടായിരുന്നു അവിടെ നോറയൊക്കെ കാണാൻ. ഇപ്പം ഈ അടുത്ത് വരുമ്പോഴത്തേക്ക് ചിരിക്കാൻ തോന്നുന്നുണ്ട് നോറ വേണമെന്നൊക്കെ പറയുന്നേക്കോ. നേരത്തെ അങ്ങനൊന്നും അല്ലായിരുന്നു. നേരത്തെ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിരുന്നു. അത് ഈ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ സ്വന്തം വെളുപ്പിക്കല് ഇപ്പൊ അങ്ങനെ വലുതായിട്ടൊന്നും അങ്ങനെ കാണുന്നില്ല. ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, പക്ഷെ കുറവാണ് എന്തായാലും. അപ്പൊ ഈ ഒരു പരിപാടിയൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പരിപാടി ഇന്ന് അങ്ങോട്ട് അവിടെ ഓർഗനൈസ് ചെയ്യാണ് നമ്മുടെ ബിഗ് ബോസ്. നമ്മുടെ നിർമ്മാതാവായിട്ടുള്ള നമ്മുടെ ലാലേട്ടന്റെ സ്വന്തം ആന്റണി പെരുമ്പാവൂർ സാറും അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ ജിത്തു സാറും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഒരു സിനിമയുടെ ഓഡീഷൻ, ജിത്തു സാറിന്റെ അടുത്ത പടത്തിലേക്ക് ഇതിനകത്ത് ഇപ്പൊ ഈ ഉള്ള ആളുകളിൽ നിന്ന് ഒരാളെ അഭിനയിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്ന ഒരു പരിപാടി കൊള്ളായിരുന്നു എന്തായാലും. അപ്പം ജിത്തു സാർ തന്നെ പറയുന്നുണ്ട്, ചിലപ്പോൾ അടുത്ത ഒരു പടത്തിൽ അങ്ങനെ ഇതിനകത്തും ഞാൻ എടുക്കുന്ന ആളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഒരു കാസ്റ്റിനകത്ത് ഇല്ലെങ്കിൽ നിങ്ങളെ അഭിനയിപ്പിക്കേണ്ട, ഞാനിപ്പോ ഒരാളെ ചൂസ് ചെയ്ത അയാൾക്ക് പറ്റിയൊരു ക്യാരക്ടർ ഇല്ലെങ്കിൽ വേറൊരു പടത്തിലേക്കായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രാവിലെ ബിഗ് ബോസ് എണ്ണം വന്നിട്ട്, രാവിലെ അല്ല ഏതാണ്ട് ഉച്ചയായപ്പോഴാണ് ബിഗ് ബോസ് എണ്ണം വന്നിട്ട് ഇവരോട് പറയുന്നു ഇങ്ങനെ ഓഡീഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഒരു 2 പേരായിട്ട് ഓരോരോ പേരായിട്ട് നിങ്ങളെ മാറ്റുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഞാനൊരു സാധനം തരാം, നിങ്ങളത് അഭിനയിച്ച് പഠിക്കണം, എന്നിട്ട് അഭിനയിച്ച് കാണിക്കണം എന്നൊക്കെ ഒരു സാധനം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്തുനിന്ന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്നറിയോ? ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വേറെ മുമ്പിട്ട വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് മാമന്റെ മാർക്കറ്റിംഗ്. അപ്പൊ മാർക്കറ്റിങ്ങിന് പറ്റിയൊരു സാധനമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിക്കാത്തവർക്ക് വിത്ത് പ്രൂഫ് കാണിച്ചു തരാം. ഇന്ന് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് മാമൻ പേരിനെ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അർജുൻ ശ്രീതു, ജാസ്മിൻ ജിൻഡോ, നോറ സിജോ, പിന്നെ ബാക്കി 2 ആണുങ്ങളെ ഉള്ളു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ അവന്മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ അബി, ഋഷി, ഇങ്ങനെയാണ് ഗ്രൂപ്പ് തിരിക്കുന്നത്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പേരിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പം അർജുൻ ശ്രീതു എന്ന് പറയുന്ന ആ ഒരു കോംബോ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവർ തമ്മിൽ എന്താണ് ഇതൊക്കെ ചോദ്യചിഹ്നമാണ് ഇവിടെ വെളിയിൽ. ഓക്കെ, അപ്പൊ അവർക്ക് പറ്റിയ ഇതിനെല്ലാം, ഈ ചോദ്യത്തിനെല്ലാം നല്ല ഉത്തരം തരാൻ വരുന്ന ഒരു സാധനമാണ് അവർക്ക് കൊടുക്കുന്നത്, പ്രണയം. അതായത് ഇവരൊരു കമിതാക്കളാണ്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജാസ്മിൻ അർജുനെ തേക്കുന്നു. ഇതാണ് അവർക്ക് കൊടുത്തേക്കുന്ന ഒരു കോണ്ടന്റ്. ഇതിനകത്തൊന്ന് ഇവർ അഭിനയിച്ച് ഓഡീഷന് സെറ്റ് ചെയ്യണം. ഇതാണ് കൊടുക്കുന്നത്. അപ്പം വേണമെങ്കിൽ ബിഗ് ബോസിന് മാറ്റാമായിരുന്നു. ഇത് ചെയ്യുന്നതിന് പകരം ജിൻഡോയോ അർജുനെയോ
അല്ലെങ്കിൽ ജാസ്മിനെ ശ്രീധുവിനോ, അല്ലെങ്കിൽ ജാസ്മിനെയും അല്ലെങ്കിൽ നമ്മുടെ ജിൻഡോ ചേട്ടനെയും ശ്രീധുവിനോ ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ ചെയ്തില്ല. എന്തുകൊണ്ട്? ഇവരെ ആക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ജനങ്ങൾ കാണുള്ളൂ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ബിഗ് ബോസ് അണ്ണന് വേണ്ടത് അവിടുന്ന് ഒബ്വിയസ്ലി അതൊരു മാർക്കറ്റിംഗ് സ്ഥലമാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് അവര് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നിൽക്കുന്ന ആരെങ്കിലും ഒരാള് വലിയ രീതിയിൽ അഭിനയിച്ച് സിനിമയിൽ പോയി അഭിനയിക്കണം, അവർക്കതൊന്നും ഇല്ല. അവരതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. അതുള്ള കാര്യം അവർക്കത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവർ കൊടുക്കുന്നത് അവരുടെ കണ്ടന്റ് പുറത്ത് വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്താണോ ഈ അർജുൻ ശ്രീധു നമ്മൾ പുറത്ത് നമ്മൾ കൂടുതൽ സംസാരിക്കുന്ന അവരെ പറ്റിയാണ്, അവരുടെ കോംബോയാണ്, അവരുടെ പ്രേമം കാണാനാണ് നമുക്കിഷ്ടം. സോ അത് കുറച്ചും കൂടെ ഒന്ന് കത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി നമ്മുടെ ബിഗ് ബോസ് ആണ് എന്ന് കാണിക്കുന്നു. കൊള്ളായിരുന്നു. എന്തായാലും ആ ഒരു ആദ്യമേ ഇവർ രണ്ടുപേരും ആണെന്നിട്ട് അഭിനയിക്കാൻ പോകുന്നത് നല്ല രീതിയിൽ തന്നെ ചെയ്തു കേട്ടോ. നല്ല രീതിയിൽ തന്നെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ്റെ ഞാൻ കുറച്ചും കൂടെയൊക്കെ, കാരണം ഇന്നലെ നോറയൊക്കെ നമ്മൾ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് അയ്യോ വൻ അടിപൊളിയല്ലായിരുന്നു. അപ്പം എക്സ്പെക്ട് ചെയ്ത് കുറച്ചും കൂടെ. പക്ഷെ ഓക്കെ സാധനം ചെയ്തിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജാസ്മിൻ ജിൻഡോ വരുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ ജിൻഡോയെ നമ്മുടെ ബിഗ് ബോസ് ആണ് ആദ്യം പറയുമ്പോൾ തന്നെ ജാസ്മിൻ ഒരു സാധനം ജിൻഡോയ്ക്കിട്ടൊരു താങ് അത് പിന്നെ ഉണ്ടല്ലോ, അത് ഉള്ളതാണ്. ജാസ്മിൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇപ്പൊ കുറെ പേര് വരും ഞാൻ ജാസ്മിനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് കുറെ എണ്ണം വരും ഇപ്പൊ കമന്റ്. മക്കളെ അത് പറയുന്നവരോട് ഞാൻ പറയാനുള്ളത്, ഒന്ന് പോയി എപ്പിസോഡ് കാണുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു 1-2 തവണ നീയൊക്കെ ഹോട്ട്സ്റ്റാറിൽ കാണുമല്ലോ, കുത്തി കണ്ടുപോയിക്കോ. ഈ ഒരു സാധനം ബിഗ് ബോസ് പറഞ്ഞ ഉടനെ തന്നെ ജാസ്മിൻ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ അഭിനയിച്ച് തകർക്കായിരുന്നു എന്നുള്ളൊരു സാധനമാണ്. അത് ജിൻഡോ ചേട്ടനെ താങ്ങുന്നു. പുള്ളി ഉണ്ടെങ്കിൽ പുള്ളിയായിട്ട് അവർക്ക് നടക്കത്തില്ല. അവർക്ക് ലാലേട്ടനോ മമ്മൂക്കയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വേണം, എന്നാലും അവർക്ക് അഭിനയിച്ച് അങ്ങോട്ട് തകർക്കാൻ പറ്റത്തുള്ളൂ. ജിൻഡോ ചേട്ടനോട് നടക്കത്തില്ല. ആ ഒരു സെറ്റപ്പാണ്. എന്തായാലും രണ്ടുപേരും വരുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാതെ അഭിനയിച്ചു. ജിൻഡോ ചേട്ടനാണെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നോറ സിജോ കണ്ടപ്പോ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചു. നമ്മുടെ ആന്റണി ചേട്ടനൊക്കെ ആണെങ്കിലും പുള്ളിയാണെങ്കിലും അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. എനിക്കും ചിരി വന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ കിലുക്കത്തിനകത്തെ രേവതി ഉണ്ടല്ലോ, എക്സാക്ട്ലി അതാണ് നമ്മുടെ നോറ. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ നോറയെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു സാധനം ഞാൻ ഇന്ന് മനസ്സിലാക്കി. അഭിനയിച്ച് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എവിടെയൊക്കെയോ കുറച്ച് പൊടിക്ക് ഓവറാണ്. പക്ഷെ ആ ഓവർ കാണിക്കുമ്പോഴും നമുക്ക് ചിരിക്കാൻ തോന്നുന്നുണ്ട്. ഒരു കിളി പോയ ഒരു നായിക, ആ ഒരു സെറ്റപ്പിന് കൊള്ളാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഋഷി അഭിയാണ്. വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു. അത് എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ലാന്നേ ഉള്ളൂ, അല്ല വലിയ ഗംഭീരമൊന്നും പറയാനില്ല. ബാക്കിയുള്ള ആളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് വലിയൊരു സുഖമൊന്നും ഇല്ല. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും നേരം ഇവർ ഈ ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ജിത്തു സാറും ആന്റണി പെരുമ്പാവൂർ സാറും ഉണ്ട് ഇവർ ആക്ട് ചെയ്യുന്നതിന്റെ അവിടെ തന്നെ. അപ്പം ഓരോരോ ഗ്രൂപ്പിനായിട്ട് അകത്തേക്ക് വിടുന്നത്. ആദ്യമേ നമ്മുടെ ആരായിരുന്നു അർജുൻ ശ്രീധു വന്നു. അപ്പം അവർ വന്ന് അഭിനയിക്കുമ്പോഴത്തേക്ക് ജിത്തു സാറും നമ്മുടെ ആന്റണി പെരുമ്പാവൂർ സാറും തിരിഞ്ഞായിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ആണ് എന്ന് നമ്മുടെ അർജുനും ശ്രീധുവിനും അറിയത്തില്ല. ഇവർ അഭിനയിക്കുന്നു. അപ്പൊ ഇവർ കാണുന്നത് ഫ്രണ്ടിൽ ഇവരുടെ ഒരു സ്ക്രീൻ ഉണ്ട്, ആ സ്ക്രീനിലാണ് ഇവർ കാണുന്നത്. ഒരു റൂമിൽ തന്നെ, പക്ഷെ ഇവർ ഫ്രണ്ട് സ്ക്രീനിലാണ് കാണുന്നത്, തിരിഞ്ഞിരുന്ന് കാണുന്നില്ല. അപ്പൊ അതിന് ബിഗ് ബോസ് മാമൻ ഒരു കാര്യം പറഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം അതായത് ഇവരെ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് ഇവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ വരാം, അതുകൊണ്ടാണ് ഇവരെ തിരിച്ചിരുത്തിയത്, അതായത് ജിത്തു സാറിനെയും പെരുമ്പാവൂർ സാറിനെയും എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെ അഭിനയിച്ചെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവര് പിന്നെ ഇവരുടെ ഫ്രണ്ടിലേക്ക് വരുന്നു. നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ജിത്തു സാർ ഒരു കാര്യം പറയുന്നുണ്ട്. എല്ലാവരെയും എനിക്ക് സ്ഥിരം കാണാൻ പറ്റിയില്ലെങ്കിലും വീട്ടിൽ വൈഫൊക്കെ കാണുന്നുണ്ട്. അതിനുശേഷം പിന്നെ അവിടെ സീറ്റിലൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ പറയുന്നുണ്ട്, അതായത് നിങ്ങളെല്ലാവരും ഈ കേരളത്തിൽ മൊത്തത്തിൽ ഫേമസ് ആണ്. കാരണം ജിത്തു സാറിന് കാണാൻ പറ്റുന്നില്ലെങ്കിലും എൻ്റെ വൈഫും ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു ഫാമിലി ഫംഗ്ഷൻ കൂടിയപ്പോഴത്തേക്ക് അവിടെ പിള്ളേരെല്ലാവരും മാറിയിരിക്കുക ഒരു റൂമിൽ. എന്നിട്ട് അവിടെ ഇരുന്ന് അവരുടെ സംസാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന്റെ ഫാൻ, ഇപ്പൊ ഞാൻ ഇന്നൊരാളുടെ ഫാനാണ്, ഞാൻ മറ്റൊരാളുടെ ഫാനാണ്, അങ്ങനത്തെ ഒരു ടോക്കൊക്കെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ലൈക്ക് 22, 23 അതുവരെയുള്ള ആളുകളാണെങ്കിലും കൂടുതലായിട്ട് ഇത് കാണുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ടസ്റ്റൻസ് ജാസ്മിന്റെ മുഖത്തേക്ക് ഒരു ചിരി കാണേണ്ടതായിരുന്നു. നല്ലതാണ്, അത് അവർക്കൊരു ഊർജ്ജമാണ്, നല്ലതാണ് അതൊക്കെ. അതിനുശേഷം നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ലാലേട്ടന്റെ സൈഡിൽ നിന്ന്, അല്ല പെരുമ്പാവൂർ സാറാണ് പറയുന്നത്, ലൈക്ക് ആന്റണി പെരുമ്പാവൂർ സാറാണ് പറയുന്നത്, ലാലേട്ടന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇവിടുന്ന് സെലക്ട് ചെയ്യണം, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജിത്തു സാർ നമ്മുടെ ഋഷിയെ നോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഋഷിയെ ഞാൻ പുറത്തുനിന്ന് നേരത്തെയും കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അവന്റെ സീരിയൽ കണ്ടിട്ടുണ്ട്, എനിക്ക് അവന് ഇഷ്ടമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അവിടെ നടന്നത് ഇന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു സ്പോൺസേർഡ് ടാസ്ക് ആയിരുന്നു അമൃതവേണിയുടെ. ബൂസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല അമൃതവേണിയെ വെറുതെ. അപ്പം ഇതൊക്കെയാണ് ഇന്ന് പൊതുവെ നടന്നത്, അല്ലാതെ വലിയ ഗംഭീര സാധനങ്ങളൊന്നും നടന്നിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പം ഒന്നുമില്ല. ഇനിയിപ്പോ നാളെ മറ്റന്നാൾ ലാലേട്ടൻ വന്നിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ഗെയിംസ് കാണും. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ചയും കൂടി ഓടിക്കണമല്ലോ. ആ ആഴ്ചയിലും വലിയ കണ്ടന്റ് ഒന്നും നമുക്ക് അറിയത്തില്ല. എന്തെങ്കിലും ചെറിയ നല്ല ഗെയിമുകളൊക്കെ കാണും, അതൊക്കെ ഇനി കാണാൻ സാധ്യതയുള്ളൂ. പ്രത്യേകിച്ച് സാധാരണ ഈ സീസണ് അവസാനം ആകുമ്പോഴാണ് ഫയർ തീ കത്തുന്നത്. ഇത് പക്ഷെ ഒരു തീ കത്തലും ഇല്ല, തീയൊക്കെ കെട്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ തീപ്പൊരി
സിജോ അണ്ണൻ പോലും അവിടെ മറ്റേ ചത്ത് കിടക്കുന്ന അവസ്ഥയാണ്. ഒന്നുമില്ല, നോറ ഇടയ്ക്കൊന്നും ചൊറിഞ്ഞു വിടുന്നുണ്ട്. അതേ അണ്ണന് പറ്റത്തുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനപ്പോ ആലോചിച്ചു, ഇവരെന്താണ് ഈ സിജോ ആണെങ്കിലും അബിയൊക്കെ ആണെങ്കിലും നോറ എടുക്കലോ ജാസ്മിൻ എടുക്കലോ ചെല്ലുന്നുള്ളൂ. ഇവരെന്താ പരസ്പരം ഒരു സാധനം, ഒരു കണ്ടന്റ് ഉണ്ടാക്കാനോ ഒന്നിനും നോക്കാത്ത? എനിക്കത് മനസ്സിലാവുന്നില്ല. എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് തോൽവിയാണ് അവർക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു സാധനം പൊട്ടിക്കാനൊന്നും പറ്റുന്നില്ല. പെണ്ണുങ്ങളുടെ നെഞ്ചത്തോട്ട് എന്ന് ഞാൻ പിന്നെ ഇനി അങ്ങനെ പറഞ്ഞതാവും. പക്ഷെ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. ഞാൻ ഒന്നും കണ്ടില്ല. ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണുന്നില്ല. കണ്ടന്റ് ദാരിദ്ര്യമായിട്ടുണ്ട് എന്തായാലും കുഞ്ഞുങ്ങൾക്കകത്ത്. നമുക്കെന്തായാലും പുറത്ത് കണ്ടന്റിന്റെ ദാരിദ്ര്യം ഇല്ല. കാരണം പുറത്തിറക്കിയവർ അതിന് മാത്രം കണ്ടന്റ് ഇവിടെ ഒഴുക്കുന്നുണ്ട്. റസ്മിൻ ഭായി ഒക്കെ ഇന്റർവ്യൂ എടുത്ത് നാട്ടുകാരെടുത്തിട്ട് പൊതിഞ്ഞോണ്ടിരിക്കുക. അയ്യോ എന്റെ പൊന്ന റസ്മിൻ ഭായി, നിർത്ത നിങ്ങളുടെ വീട്ടുകാരെ തെറി പറയുന്നത് ആ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് കയറി നോക്ക്. നിങ്ങൾ കൊടുക്കുന്ന ഇന്റർവ്യൂവിന്റെ ഒക്കെ അടിപൊളിയാവുന്നുണ്ട്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ.